വിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു ചക്കക്കുരു ഇട്ടിട്ടുള്ളൊരു മാങ്ങാപ്പുളിയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പുളിയുള്ളൊരു മാങ്ങയാണിത്. അപ്പോൾ അത് കുറച്ച് ചനച്ചിട്ടുണ്ട്, എന്നാലും നല്ല പുളിയാണ് അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വറവിടാനുള്ള ഉള്ളി മുളക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി മുളകും നമ്മൾ ചതച്ചിട്ട് തന്നെ എടുക്കണം. അതിനാണ് ഞാൻ ഈ ചതക്കുന്ന കല്ല് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി അമ്മീമിലാണെങ്കിൽ അമ്മീൽ ചതച്ചിടുക. അരിഞ്ഞിടണേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നതാണ്. മുമ്പേ ഉള്ളി മുളകും കുത്തി വറുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട്. ഇനി അതിലേക്കാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് വെറും 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചക്കക്കുരുവിൻ്റെ ഒരു വേവിൻ്റെ ഒരു സമയം മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള, മുമ്പൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഈ ഒരു കറിയാണ് ഉണ്ടാവുക വീട്ടിൽ. നല്ല അതന്നെ ഭയങ്കര രുചിയായിട്ട് ഈ മഴക്കാലത്ത് അത് കൂട്ടിയിട്ട് കഴിക്കുക. അതിന് വല്ല ചമ്മന്തിയോ പിന്നെ അച്ചാറോ മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ മതി, വേറെ ഒന്നും വേണ്ട ശരിക്കും. അപ്പോൾ ഇതേപോലുള്ള നാടൻ കറികളൊക്കെ ഒന്ന് വെക്കാൻ ശ്രമിക്കണം എല്ലാവരും. അപ്പോൾ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്, മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വറവിടാം. ഉപ്പൊക്കെ പാകത്തിന് നോക്കാം. എന്നിട്ട് അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടി ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി മുളകും ഉണ്ട്, കുത്തി ചതയ്ക്കുക എന്നാണ് പറയുക അതിന്. നന്നായി അമ്മിയിലിട്ടിട്ട് കുത്തി ചതച്ചാലും മതി, അമ്മി കല്ലുകൊണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ അതുകൊണ്ട് കുത്തി ചതച്ചാലും മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ കടുക് പൊട്ടിച്ച് ഈ ചതച്ച് വെച്ച ഉള്ളി മുളക് അതിലിടാം. 2 കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഇടാവുന്നതാണ്. നമ്മളെ കറി അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി വറവിടാൻ മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യം ഉള്ളി മുളകും മൂത്ത് വന്നാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം തോന്നല്ലേ. ഇത് കഴിക്കാനും അതെ, അത്യാവശ്യം പുളിയും പാകത്തിന് എരിവും എല്ലാം ഉള്ളൊരു കറിയാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മക്കളെ എവിടെയെന്ന് നോക്കണം, അവരവിടെ ഭയങ്കര വികൃതിയിലാണ്. ചേച്ചിയായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ, 2 പേരും. ഇപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസും ഇവരുടെ കുറച്ച് തമാശകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും നന്ദി.